ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 23-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. വേണ്ട സർ, എല്ലാം അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. അതുവരെ വിറച്ചു നിന്നിരുന്ന മനുവിന്റെ സ്വരത്തിൽ പെട്ടെന്നൊരു മാറ്റം. അവനിലെ ഭയം അപ്രത്യക്ഷമായിരുന്നു. മെമ്പറെ ഒന്ന് രൂക്ഷമായി നോക്കിയ ശേഷം അവനെ മാറ്റി നിർത്തി മനു എന്തോ ചില കാര്യങ്ങൾ പതുക്കെ പറഞ്ഞു. അത് കേട്ടതും മെമ്പറുടെ ആത്മവിശ്വാസം തകർന്നു. അയാൾ പെട്ടെന്ന് നിശബ്ദനായി, ഒതുങ്ങി മാറി നിൽക്കാൻ നിർബന്ധിതനായി. നകുൽ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങവേ അവിടെ കാവലായി നിൽക്കുന്ന പ്രഭാതിനെ നോക്കി പറഞ്ഞു, പ്രഭാത്, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഞാൻ മനുവിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നിനക്ക് പേടിയൊന്നുമില്ലല്ലോ അല്ലേ? നകുൽ തുടർന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ വിളിക്കണം. ഞാൻ ആരെയെങ്കിലും ഇങ്ങോട്ട് അയക്കാം. നമ്മുടെ പണി ഇതൊക്കെയല്ലേ സാറേ, പിന്നെ എന്ത് പേടിക്കാൻ? പിന്നെ ദേ നോക്കിക്കേ, എനിക്ക് എത്ര കൂട്ടുകാരാ. ഈ രാത്രി എനിക്കൊപ്പം നിൽക്കാൻ ഇവന്മാരൊക്കെ ഉണ്ടാവും. സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോ. ചേച്ചിയെ വിളിച്ച് കാര്യം പറയാൻ മറക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ പാവം പേടിക്കും. പ്രഭാത് ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നകുൽ മനുവിനെയും കൂട്ടി ജീപ്പിലേക്ക് ചാടിക്കയറി. ജീപ്പ് അതിവേഗം കുതിച്ചു. വണ്ടിയുടെ വെളിച്ചം ഇരുട്ടിനെ കീറി മുറിക്കുമ്പോൾ നകുലിന്റെ മുഖത്ത് ഗൗരവം തളം കെട്ടി നിന്നിരുന്നു. മനു സീറ്റിൽ ഒരു പ്രതിമയെ പോലെ ഇരുന്നു. അവനിലെ ആ പഴയ ഭയമെല്ലാം അപ്രത്യക്ഷമായിരുന്നു. സമയം പുലർച്ചെ 3 മണി. കുന്നത്തുനാട് പോലീസ് സ്റ്റേഷൻ. സ്റ്റേഷനിലെ മങ്ങിയ വെളിച്ചത്തിൽ നകുൽ മനുവിന് നേരെ തിരിഞ്ഞു. മനു, എന്താ അവിടെ ഉണ്ടായത്? നടന്ന കാര്യങ്ങൾ ഒന്ന് വിശദമായി പറയാമോ? നകുൽ ചോദ്യം ചോദിച്ച് തീരും മുൻപേ സ്റ്റേഷനിലെ ലാൻഡ് ലൈൻ ഫോൺ നിശബ്ദതയെ ഭേദിച്ച് അലറാൻ തുടങ്ങി. നകുൽ റിസീവർ എടുത്തു. മറുതലയ്ക്കിൽ നിന്ന് ഉയർന്നു വന്ന ശബ്ദം സ്റ്റേഷനിലെ അന്തരീക്ഷം തന്നെ മാറ്റിമറിച്ചു. അത് വിശ്വംഭരൻ MLAയുടേതായിരുന്നു. എന്താണ് താനീ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ആരാണെന്ന് തനിക്കറിയില്ലേ? അവനെ എന്തിനാ പിടിച്ചു വെച്ചിരിക്കുന്നത്? ദേ, ഇപ്പൊ എന്റെ 2 പേർ അങ്ങോട്ട് വരും. അവരുടെ കൂടെ അവനെ അയച്ചേക്കണം. ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട. അധികാരത്തിന്റെ ധാർഷ്ട്യം നിറഞ്ഞ ആ ശബ്ദം കേട്ടതും നകുലിന്റെ നെറ്റിയിൽ പുരികങ്ങൾ ചുളിഞ്ഞു. വിശ്വംഭരൻ സാറിന്റെ ശബ്ദം തിരിച്ചറിയാൻ നകുലിനൊട്ടും സമയം വേണ്ടി വന്നില്ല. ആ ഫോൺ കോൾ ആ രാത്രിയുടെ സമാധാനം പൂർണ്ണമായും തകർത്തിരുന്നു. സർ, ഞാനൊന്ന് പറയട്ടെ. നകുൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ മറുതലക്കിൽ നിന്ന് വന്ന മറുപടി അതിനേക്കാൾ രൂക്ഷമായിരുന്നു. താൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. അതെങ്ങനെയാ? ചില ആളുകൾക്ക് തൊപ്പി തലയിൽ കയറിയാൽ പിന്നെ തങ്ങളിലും വലിയവരാരുമില്ലെന്ന ഭാവമാണ്. താൻ ഉടനെ അവന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തേ. വിശ്വംഭരൻ MLAയുടെ ശബ്ദം കൂടുതൽ പരുക്കനായി. നകുൽ നിസ്സഹായനായി ഫോൺ മനുവിന് നേരെ നീട്ടി. മനു ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു. അമ്മാവ, ഇവിടെ ആരും എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നതല്ല. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു. അത് ഞാൻ തന്നെയാണ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചത്. ഒന്നും പേടിക്കാനില്ല. അപകടത്തിൽപ്പെട്ടത് ഒരു പെൺകുട്ടിയാണ്. ഇനിയിപ്പോൾ എന്റെ അനുജത്തിക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ ഇക്കാര്യത്തിന്റെ പേരിൽ ഇനി ആരെയും ഇങ്ങോട്ട് അയക്കേണ്ടതില്ല. എല്ലാം കഴിയുമ്പോൾ ഞാൻ തന്നെ വന്നോളാം. മനുവിന്റെ സ്വരം അങ്ങേയറ്റം ശാന്തവും എന്നാൽ ദൃഢവുമായിരുന്നു. മറുതലക്കിൽ നിന്ന് അമ്മാവൻ എന്തൊക്കെയോ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മനു ഒട്ടും പതരാതെ അതിനെല്ലാം അനുയോജ്യമായ മറുപടികൾ നൽകിക്കൊണ്ടിരുന്നു. ഫോൺ സംഭാഷണം അവസാനിച്ചതോടെ അവൻ അത് നകുലിന് നേരെ നീട്ടി. സർ, അമ്മാവൻ എന്തോ പറയാനുണ്ട്, മനു ശാന്തമായി പറഞ്ഞു. നകുൽ സംശയത്തോടെ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു. മനുവിന്റെ പെരുമാറ്റം നകുലിനെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഒരു സാധാരണ യുവാവിൽ നിന്ന് ഇത്രയും പക്വതയുള്ളൊരു പെരുമാറ്റം അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സോറിഡോ, പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ മെമ്പർ വിളിച്ചു പറഞ്ഞപ്പോൾ വല്ലാതെ പേടിച്ചുപോയി. എന്റെ പെങ്ങൾക്ക് ആകെയുള്ളൊരു സന്താനമാ. അതുകൊണ്ട് അല്പം പൊസസീവായി പോയതാ. കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ തന്നെ അവനെ വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. അതുവരെ ചാടിക്കടിച്ച ആ ശബ്ദത്തിന് പെട്ടെന്നൊരു മാറ്റം. അധികാരത്തിന്റെ ഗൗരവം മാറി അവിടെ വിനയം നിഴലിച്ചു. ഡോൺ വറി സർ, കാര്യങ്ങളൊന്ന് ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ തന്നെ ഇവനെ സാറിന്റെ വീട്ടിലെത്തിച്ചോളാം. പോരെ? ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നു കയറിയതേ ഉള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായി ചോദിച്ചറിയാൻ പോലും പറ്റിയിട്ടില്ല. നകുൽ നിസ്സഹായതയോടെ പറഞ്ഞു. ഓക്കെ ദെൻ, ക്യാരി ഓൺ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കണ്ട. വൺസ് അഗെയിൻ സോറി ഫോർ എവറിത്തിങ്.
ക്ഷമാപണം നടത്തിക്കൊണ്ട് വിശ്വംഭരൻ ഫോൺ കട്ട് ചെയ്തു. സോറി സർ, അമ്മാവൻ എന്നെ വലിയ ഇഷ്ടമാ. അദ്ദേഹത്തിന്റെ ഒരേ ഒരു പെങ്ങളുടെ മകനാ ഞാൻ. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് കേസും കൂട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പാവം വല്ലാതെ ഭയന്നു പോയതാ. അതാ. മനു നകുലിനോട് ക്ഷമ ചോദിച്ചു. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ഈ ഫീൽഡിൽ പറഞ്ഞിട്ടുള്ളതാ. അത് വിട്, താൻ കാര്യത്തിലേക്ക് വാ. എന്താ സംഭവിച്ചത്? നകുൽ ഗൗരവത്തോടെ ചോദിച്ചു. ഞങ്ങൾ പതിവായി ആ സമയത്താണ് ജോലി കഴിഞ്ഞു വരുന്നത്. വെയിറ്റ്, ഞങ്ങളെന്ന് പറയുമ്പോൾ ആരൊക്കെ? അതിന് താനൊന്ന് ഒറ്റയ്ക്കായിരുന്നല്ലോ, നകുൽ ചോദിച്ചു. പറയുന്ന ഓരോ വാക്കുകളെയും എത്ര ശ്രദ്ധയോടെയാണ് പോലീസ് ഓഫീസർ കേൾക്കുന്നത് എന്നോർത്ത് മനുവിന് അത്ഭുതം തോന്നി. സർ, ഞങ്ങളെന്ന് പറഞ്ഞത് എൻ്റെ സുഹൃത്തിനെ കൂടിയാണ്. ഞാനും എൻ്റെ സുഹൃത്ത് നവീനും കൂടിയാണ് സ്ഥിരമായി ഈ വഴിക്ക് വരുന്നത്. പക്ഷെ ഇന്ന് നവീന്റെ നിശ്ചയമായിരുന്നു. അതുകൊണ്ട് ഞാൻ തനിച്ചായിപ്പോയി. പതിവായി വരുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ. ഓക്കെ, ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എടോ, ഈ പോലീസുകാരിങ്ങനെയാ. ചെറിയ കാര്യത്തിനൊക്കെ ഭയങ്കര സംശയമായിരിക്കും. താൻ ബാക്കി പറ. തന്റെ പോലീസ് കണ്ണിനെ പരിഹസിച്ചുകൊണ്ട് നകുൽ ചെറുതായി ചിരിച്ചു. രാത്രിയിലെ യാത്രയിൽ പതിവായി പ്രേതകഥകൾ പറഞ്ഞു വരുന്നൊരു പതിവ് എനിക്കും നവീനും ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഇന്നലെ എനിക്ക് പാരയായത്. എന്ത് പാര? എനിക്ക് മനസ്സിലായില്ല. അത് സാറേ, ആ ക്രൈം നടന്ന സ്ഥലത്ത് നിന്നും അല്പം കൂടി മുന്നോട്ട് വന്നാൽ അവിടെ ഒരു വലിയ 2 നില വീടുള്ളതറിയാമോ? സാർ ഇവിടെ പുതിയതാണെങ്കിൽ അറിയാൻ വഴിയില്ല. ഏറെ വർഷങ്ങൾക്ക് മുൻപ് അവിടെ 2-3 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആ വഴിക്ക് വരുമ്പോൾ അവിടെ പ്രേതങ്ങൾ കാത്തു നിൽക്കാറുണ്ട് എന്നൊക്കെ നവീൻ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. അതോർത്തപ്പോൾ കിഴക്കമ്പലം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത പേടി തോന്നി. തനിച്ചാകുമ്പോഴാണല്ലോ ഭയം കൂടുന്നത്. അതുകൊണ്ട് പിന്നെ കിഴക്കമ്പലത്തുള്ളൊരു ഫ്രണ്ടിനെ വിളിച്ച് മുന്നോട്ട് യാത്ര പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ ട്രാൻസ്ഫോമറിന്റെ തൊട്ടടുത്തായി വണ്ടി നിർത്തിയത്. അവന്റെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ നിന്നതിന്റെ എതിർവശത്ത് അല്പം മുൻപിലായി ഒരു ഞരക്കം പോലെ തോന്നിയത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരാൾ രൂപം പിന്തിരിഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത്. മനു ഒന്ന് നിർത്തി. തന്റെ ധൈര്യം വെച്ചിട്ട് വലിച്ചു കീറേണ്ടതാണല്ലോ, പിന്നെ എന്താ പറ്റിയത്? മനുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞത് വെച്ച് നകുൽ പരിഹാസത്തോടെ ചോദിച്ചു. സാറ് പറഞ്ഞത് സത്യമാ. അന്നേരം എനിക്ക് ഡ്രാക്കുള സിനിമയൊന്നും ഓർമ്മ വന്നില്ല സാറേ. വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. അയാൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നറിയാൻ വെറുതെ ഒരു ആഗ്രഹം. പതിവായിട്ട് സിനിമയൊക്കെ കാണുന്ന ആളാണെന്ന് തോന്നുന്നല്ലോ. സസ്പെൻസ് ത്രില്ലർ. നകുലിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതെങ്ങനെ സാറേ ഇത്ര കൃത്യമായി കണ്ടുപിടിച്ചത്? മനു അത്ഭുതപ്പെട്ടു. അല്ല, തന്റെ പറച്ചിലിന് ഒരു ത്രില്ലർ മൂഡ്. എന്റെ പൊന്നു സാറേ, ചെറുപ്പം മുതലുള്ള ശീലമാ. എന്ത് കേട്ടാലും കണ്ടാലും കൃത്യമായി വിവരിക്കണം. എന്റെ നോട്ടത്തിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഇനി വല്ല കള്ളനുമാണെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ നല്ല റീച്ചും കിട്ടുമല്ലോ. അതല്ല, വല്ല പരിചയമുള്ള മുഖവുമാണെങ്കിൽ ആ വീട് കഴിയുന്നത് വരെ എനിക്കൊരു കൂട്ടുമാകും. അങ്ങനെ പലതും ആകാശക്കോട്ട കെട്ടി നിൽക്കുമ്പോഴാണ് വലിയ ശബ്ദത്തിൽ എന്തോ താഴേക്ക് വീഴുന്നത് കണ്ടത്. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ.